ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ഈ വർഷം രാജ്യം അതുല്യ നേട്ടങ്ങൾ കൈവരിച്ചതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതുവർഷത്തിൽ രാജ്യം ആദ്യമെന്ന മന്ത്രം ഉയർത്തിപ്പിടിക്കാമെന്നും ആഹ്വാനം. വിദ്യാഭ്യാസത്തിനും പുരോഗതിക്കും ഭാഷ തടസ്സമാകാതിരിക്കാൻ കേന്ദ്രം പരിശ്രമിക്കുന്നതായി പ്രധാനമന്ത്രി. നിർമ്മിത ബുദ്ധി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും മൻ കി ബാത്തിൽ പരാമർശം. ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുദേവ സന്ദേശങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചതായി കേന്ദ്ര സഹമന്ത്രി. സംസ്ഥാനത്തെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. പുതുവർഷത്തെ വരവേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. സംസ്ഥാനത്തും വിപുലമായ ആഘോഷങ്ങൾ. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി പോലീസ്. വാർത്തകൾ വിശദമായി. 140 കോടി ജനങ്ങളുടെ കരുത്തിലൂടെ രാജ്യം നിരവധി സവിശേഷ നേട്ടങ്ങൾ ഈ വർഷം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 108ാം അധ്യായത്തിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ നാരീശക്തി വന്ദൻ നിയമം പാസായി. ഇന്ന് ഇന്ത്യയുടെ എല്ലാ കോണുകളും ആത്മവിശ്വാസം നിറഞ്ഞതാണെന്നും 2024ലും അതേ ചൈതന്യവും വേഗതയും നിലനിർത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യം ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായതും G20 ഉച്ചകോടിയുടെ വിജയവും ചന്ദ്രയാൻ 3ന്റെ വിജയവും ശ്രീ മോദി പരാമർശിച്ചു. സിനിമ, കായികരംഗം, ഇന്നൊവേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. 140 करोड़ भारतीयों की ताकत है कि इस वर्ष हमारे देश ने कई विशेष उपलब्धियां हासिल की है. इसी साल नारी शक्ति वंदन अधिनियम पास हुआ. बहुत सारे लोगों ने पत्र लिखकर भारत के 5वीं सबसे बड़ी अर्थव्यवस्था बनने पर खुशी जाहिर की. अनेक लोगों ने मुझे G20 समिट की सफलता याद दिलाई. स्पोर्ट्स में भी हमारे एथलीटों ने जबरदस्त प्रदर्शन किया. ഫിറ്റ് ഇന്ത്യ പ്രചാരണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ജീവിതശൈലി രോഗങ്ങൾ അകറ്റി നിർത്താൻ ശാരീരിക ക്ഷമത നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത വലുതാണ്. ഇതിനൊപ്പം മാനസികാരോഗ്യവും പ്രധാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. 2023 മില്ലറ്റ് വർഷമായി ആചരിച്ചതിനെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. ശാരീരിക ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന സ്റ്റാർട്ടപ്പുകളുടെ പ്രവർത്തനം അഭിനന്ദനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ സദ്ഗുരു ജഗ്ഗി വാസുദേവ്, ക്രിക്കറ്റ് താരം ഹർമൻപ്രീത് കൗർ, ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദ്, നടൻ അക്ഷയ് കുമാർ തുടങ്ങിയ പ്രമുഖർ മൻ കി ബാത്തിന്റെ ഈ അധ്യായത്തിൽ പങ്കുവച്ചു. നിർമ്മിത ബുദ്ധിയെക്കുറിച്ചും അത് സമൂഹത്തിലുണ്ടാക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. തത്സമയ വിവർത്തനം അടക്കമുള്ള കാര്യങ്ങളിൽ AI വലിയ സഹായമാണ് നൽകുന്നതെന്ന് ശ്രീ മോദി പറഞ്ഞു. भारत के प्रयास से 2023 को इंटरनेशनल ईयर ऑफ मिलेट्स के रूप में मनाया गया. इससे इस क्षेत्र में काम करने वाले स्टार्टअप्स को बहुत सारे अवसर मिले. फिजिकल हेल्थ को लेकर दिलचस्पी जिस तरह से बढ़ रही है, उससे इस क्षेत्र से जुड़े कोचिज और ट्रेनर्स की डिमांड भी बढ़ रही है. आज फिजिकल हेल्थ और वेलबींग की चर्चा तो खूब होती है, लेकिन इससे जुड़ा एक और बड़ा पहलू है मेंटल हेल्थ का. വിദ്യാഭ്യാസത്തിനും പുരോഗതിക്കും ഭാഷ ഒരു തടസ്സമാകരുത് എന്നതിനാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. ജാർഖണ്ഡിലെ ഗഡുവ ജില്ലയിലെ മംഗലോ ഗ്രാമത്തിൽ അവരുടെ പ്രാദേശിക ഭാഷയായ കുഡുകിൽ അധ്യയനം നടത്താൻ ആരംഭിച്ചതിന്റെ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ഇത്തരത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നതെന്നും ശ്രീ മോദി പറഞ്ഞു. സാവിത്രിഭായ് ഫുലെ, റാണി വേലു നാച്ചിയാർ, ഗുജറാത്തി കലാകാരൻ ജഗദീഷ് ത്രിവേദി എന്നിവരെയും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അനുസ്മരിച്ചു. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചുള്ള വിവരങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പങ്കുവച്ചു. ശ്രീരാമനെക്കുറിച്ചുള്ള ഭജനുകൾ ഒരു പൊതു ഹാഷ്ടാഗ് ഉപയോഗിച്ച് പങ്കിടാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. 2024ലേക്ക് കടക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഭാരതത്തിന്റെ നേട്ടങ്ങൾ രാജ്യത്തിന്റെ നേട്ടങ്ങളായി കൊണ്ടാടപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. പുതുവർഷത്തിൽ രാജ്യമാദ്യം എന്ന മന്ത്രം ഉയർത്തിപ്പിടിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. 2024ൽ രാജ്യത്തെ ജനങ്ങൾക്ക് ഉയരത്തിലെത്താനും ആരോഗ്യവാന്മാരായിരിക്കാനും സന്തോഷത്തോടെ ഇരിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 108ാം അധ്യായം ഉപസംഹരിച്ചത്. 2024 രാജ്യത്തെ ജനങ്ങളുടെ പുതിയ നേട്ടങ്ങളെക്കുറിച്ച് ഒരിക്കൽ കൂടി നമുക്ക് ചർച്ച ചെയ്യാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2024 अब कुछ ही घंटे दूर है. भारत की उपलब्धियां हर भारतवासी की उपलब्धि है.
भारत के विकास के लिए निरंतर जुटे रहना है। हम कोई भी काम करें, कोई भी फैसला ले, हमारी सबसे पहली कसौटी यही होनी चाहिए कि इससे देश को क्या मिलेगा, इससे देश का क्या लाभ होगा। 91ാം ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടക്കുന്ന തീർത്ഥാടന മഹാസമ്മേളനം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുദേവ സന്ദേശങ്ങളുടെ പ്രസക്തി ഏറെ വർദ്ധിച്ച കാലഘട്ടമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. അടൂർ പ്രകാശ് എം പി, MLA-മാരായ വി ജോയ്, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 3 ദിവസങ്ങളിലായി 9 സമ്മേളനങ്ങളാണ് തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടക്കുക. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് നാളെ മുതൽ. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ജനുവരി 8 വരെ തുടരുന്ന കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയാകും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗോത്രകലാ കലോത്സവത്തിന്റെ ഭാഗമാകും എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള മംഗലം കളിയാണ് പ്രദർശന ഇനം എന്ന നിലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ഭിന്നശേഷി കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും കലോത്സവത്തിന്റെ ഭാഗമാകും. മത്സരങ്ങളിൽ എ ഗ്രേഡ് നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഒറ്റത്തവണ സാംസ്കാരിക സ്കോളർഷിപ്പായി 1000 രൂപ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. 239 ഇനങ്ങളിലായി 14,000-ലധികം വിദ്യാർത്ഥികൾ കലോത്സവത്തിന്റെ ഭാഗമാകും. സംസ്ഥാന മന്ത്രിസഭയുടെ ജനസമ്പർക്ക പരിപാടിയായ നവകേരള സദസ്സ് എറണാകുളം ജില്ലയിലെ തൃക്കാക്കര, പിറവം, തൃപ്പൂണിത്തുറ, കുന്നത്തുനാട് നിയമസഭാ മണ്ഡലങ്ങളിൽ നാളെയും മറ്റന്നാളും നടക്കും. ഈ കേന്ദ്രങ്ങളിൽ ഈ മാസം 9-ന് നടക്കേണ്ടിയിരുന്ന നവകേരള സദസ്സ് CPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്നാണ് മാറ്റിവച്ചത്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ മികച്ച ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം പഞ്ചായത്ത്, ആലപ്പുഴയിലെ ചിങ്ങോലി, കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപള്ളി, ഇടുക്കിയിലെ ദേവികുളം, എറണാകുളം മുളന്തുരുത്തി, തേവര പഞ്ചായത്തുകളിൽ ഇന്നലെ പര്യടനം നടന്നു. പുതുവർഷം പുലരാൻ ഇനി മണിക്കൂറുകൾ മാത്രം. 2024-നെ സ്വാഗതം ചെയ്യാൻ സംസ്ഥാനത്ത് വിപുലമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പുതുവത്സരത്തോടനുബന്ധിച്ച് എല്ലാ ജില്ലകളിലും കനത്ത സുരക്ഷയും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൌണ്ടിൽ അർദ്ധരാത്രിയോടെ പാപ്പാഞ്ഞിയെ കത്തിച്ച് പുതുവർഷത്തെ വരവേൽക്കാൻ ആയിരക്കണക്കിന് ആളുകൾ എത്തും. വൈകിട്ട് 4 മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ലെന്ന് പോലീസ് അറിയിച്ചു. തിരുവനന്തപുരത്ത് മാനവീയം വീതിയിൽ രാത്രി 12:30 വരെയാണ് ആഘോഷങ്ങൾ അനുവദിക്കുക. DJ പാർട്ടികൾക്ക് മുൻകൂർ അനുമതി വേണം. ആലപ്പുഴയിൽ പുതുവത്സരാഘോഷം നടക്കുന്ന ബീച്ച്, മാരാരിക്കുളം, അർത്തുങ്കൽ, പൂച്ചാക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് നഗരപരിധിയിലും ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലം, അഴീക്കോട് ചാൽ, മുഴുപ്പിലങ്ങാട് എന്നിവിടങ്ങളിലും ഗതാഗത നിയന്ത്രണമുണ്ട്. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുതുവത്സരാശംസകൾ നേർന്നു. ഒത്തൊരുമയെ ദൃഢപ്പെടുത്തി എല്ലാവർക്കും സന്തോഷവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന വർഷമാകട്ടെ 2024 ഗവർണർ ആശംസിച്ചു. കേരളത്തിൽ ഇന്ന് രാത്രി 8 മണി മുതൽ നാളെ പുലർച്ചെ 6 മണി വരെ പെട്രോൾ പമ്പുകൾ അടച്ചിടും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി പെട്രോൾ പമ്പുകൾക്ക് നേരെ നടക്കുന്ന ഗുണ്ട ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് നടപടി. 3 രാജ്യാന്തര സർവീസുകളുമായി പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി തിരുവനന്തപുരം വിമാനത്താവളം. അബുദാബിയിലേക്ക് എത്തിഹാദ് എയർലൈൻസും മസ്കറ്റിലേക്ക് സലാം എയറും ക്വാലാലംപൂരിലേക്ക് എയർ ഏഷ്യയുമാണ് സർവീസ് തുടങ്ങുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച സ്ഥാനാർത്ഥികളെയാകും കേരളത്തിൽ NDA മത്സരത്തിന് അണിനിരത്തുകയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനുവരി 3-ലെ തൃശൂർ സന്ദർശനം സംസ്ഥാന രാഷ്ട്രീയ ചരിത്രത്തിൽ വഴിത്തിരിവാകുമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തവരുടെ എണ്ണം 10 കോടി കടന്നു. സേവനം ആരംഭിച്ച 6.5 വർഷത്തിനുള്ളിലാണ് കൊച്ചി മെട്രോ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 4 കോടി ആളുകളാണ് കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഈ വർഷം രാജ്യം അതുല്യ നേട്ടങ്ങൾ കൈവരിച്ചതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതുവർഷത്തിൽ രാജ്യം ആദ്യം എന്ന മന്ത്രം ഉയർത്തിപ്പിടിക്കാനും ആഹ്വാനം. വിദ്യാഭ്യാസത്തിനും പുരോഗതിക്കും ഭാഷ തടസ്സമാകാതിരിക്കാൻ കേന്ദ്രം പരിശ്രമിക്കുന്നതായി പ്രധാനമന്ത്രി. നിർമ്മിത ബുദ്ധി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും മൻ കി ബാത്തിൽ പരാമർശം. ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുദേവ സന്ദേശങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചതായി കേന്ദ്ര സഹമന്ത്രി. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. പുതുവർഷത്തെ വരവേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. സംസ്ഥാനത്തും വിപുലമായ ആഘോഷങ്ങൾ. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി പോലീസ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.